Man, you are living in heaven, man. Heaven. വിളിച്ചു പോയല്ലോ. നാട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ മടുത്തടാ, ഫുൾ ടൈം തീറ്റയാണെന്ന് വിചാരിക്കട്ടായിരുന്നു. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് 3 ദിവസം കണ്ടിന്യൂസ് സക്സസ്ഫുള്ളി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇത് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം വീണ്ടും ഡ്യൂട്ടിയിലോട്ട്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് വീട്ടിലുണ്ട് ചൈൽഡ് കെയറുമായിട്ട്. അപ്പം നേരെ ഡ്യൂട്ടിയിലോട്ട് പോവാം, പിന്നെ കാണാം. അങ്ങനെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ നേരെ അടുക്കളയിലോട്ട് വരുന്നത്. നേരെ പോയി കുളിച്ച് റെഡി ആയി നേരെ കിച്ചണിൽ പിടിച്ചു പോയല്ലോ. താഴ്പ്പ് പോയി. നമ്മൾ നോക്കി നിൽക്കുന്ന നേരത്തെ തിളയ്ക്കത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തിളച്ച താഴ്പോവും. പാസ്ത മുട്ട ഒഴിച്ചായിരുന്നു അതിനകത്ത്. മുട്ട ചുമ്മാ ഒഴിച്ചോ? പിന്നെ തന്നെ തിങ്ങ ചെക്ക് കേട്ടോ. ചുമ്മാ ഒഴിച്ചാൽ മതിയായിരുന്നു. ചുമ്മാ ഒഴിച്ചാലും മതിയായിരുന്നു. നടുക്കോട്ടോ? പൊന്നിച്ചേ, അച്ഛനോട്ട് വാടാ. പൊന്നിച്ച അച്ഛനടുത്ത് വരുമോ? അച്ഛനോട്ട് വരുമോ? വാടാ. വാ. ഈ തീ കുറച്ച് വെക്കുന്ന പറഞ്ഞാണ് ഈ ചായ ടേസ്റ്റ് പോകുന്നത്. മുമ്പേ തീ കൂട്ടി വെച്ചേന്റെ കണ്ടായിരുന്നോ? അത് കൂട്ടി വെക്കുമ്പോ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അത് ആരെ ഇളക്കും? ഇത് തറുതലൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും പറയുന്നുണ്ട്, നേരെ ഓപ്പോസിറ്റ് തറുതല. കുറച്ചൊക്കെ അടക്കം ഇതൊക്കെ കേട്ടോ. എനക്ക് എന്താ തീ കുറച്ച് വെച്ചോന്നാണ് ചായ ടേസ്റ്റ് ഇല്ലാത്തത്. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഇവിടെ സ്വഭാവത്തെ പറ്റി. രാവിലെ തൊട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഇന്നല്ല, എല്ലാ ദിവസവും തന്നെയാ. രാവിലെ തൊട്ട് ഇരിക്കാറില്ല. കസേരണ്ടല്ലോ ഇഷ്ടം പോലെ ഇവിടെ. കസേരക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അതെനിക്കറിയാം. കട്ടിലും ഉണ്ട് മേളില്. പിന്നെ പക്ഷെ അതല്ലല്ലോ പ്രശ്നം. പിന്നെ പ്രശ്നമുണ്ട്, സമയമില്ല ഇരിക്കാനായിട്ട്. പണിയോട് പണി. സത്യം പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞ എന്തുവാ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എടുക്കില്ലേ? ഇല്ല. എല്ലാവർക്കും നീ എടുക്കുന്ന റെസ്റ്റ്, നിങ്ങൾ എടുക്കുന്ന റെസ്റ്റ്. പണി എന്ന് പറഞ്ഞ എന്തുവാ? അതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന എനിക്കിട്ടുള്ള പണി. അയ്യോ, മുഖം കാണിച്ച് എന്റെ ഒന്നേ ഡയലോഗ് എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? നിന്റെ അമ്മയുടെ തമാശ. നല്ല പാസ്ത. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി പാസ്ത. പിന്നെ നല്ല ചൂട് ചായ. നല്ലതാണല്ലോ എന്നറിയത്തില്ല, കുടിച്ചോട്ട് പറയാം. എന്തോരം പാത്രം വീട്ടിൽ, ഇത്ര പാത്രം നേരത്ത് മാത്രമാണ് ഇത്ര പാത്രം വീട്ടിലുണ്ടെന്ന് മനസ്സിലാകുന്നത്. പാത്രം കഴിയും മനുഷ്യന്റെ ജീവൻ തീരുള്ളൂ അറിയുന്നത്. അത് കേട്ടോ, നമുക്ക് കോളൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ? സൂപ്പറായിരുന്നോ? പിന്നെ ഫ്രണ്ട്സൊക്കെ എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ടീച്ചർമാരൊക്കെ എന്നാ പറയുന്നു? ഹാൻഡ് റൈറ്റിംഗ് ചെയ്തോ? സൂപ്പറായിട്ട് പ്ലേ ചെയ്തോ? സ്കൂളിൽ നിന്ന് എന്താ ഫുഡ് കഴിച്ചേ? potato, fried potato, roasted potato, and tomato cookie jam. Cookie jam. മതി, വേറെ മതി. ഇനി വൈകിട്ട് ഫുഡ് കഴിക്കേണ്ട സമയമായി. ഫുൾ ടൈം തീറ്റയാണെന്ന് വിചാരിക്കട്ടായിരുന്നു. ഇത് കപ്പളങ്ങ തോരൻ, ചോറ്, സാമ്പാർ, മത്തി വറുത്തത്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ, നൈറ്റ് സ്പെഷ്യൽ. അല്ലേ, നാട്ടിലെല്ലാവരും എന്നാ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ നാട്ടിൽ നിന്ന്
നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ എല്ലാവരും പറയും നിനക്കൊക്കെ എന്താ ഇവിടെ കുറവ്, UK-ലല്ലേ, UK നിങ്ങളൊക്കെ അടിച്ച് പൊളിക്കുമല്ലേ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ മടുത്തടാ, UK-ൽ വലിയ ജോലിയെല്ലാം നമുക്ക് കിട്ടുമോ, ശരിയാക്കി തരാമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, നിനക്കിപ്പോൾ എത്ര രൂപ ശമ്പളമുണ്ട് നാട്ടിൽ? അപ്പം ശമ്പളം പറഞ്ഞു, അതായത് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും, അവരുടെ ഫാമിലി ഫുള്ള് നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ കയറി കിടക്കാൻ ഒരു വീടുണ്ട്, നല്ല വീടുണ്ട്, യാത്രയായി പോകാൻ വേണ്ടി നല്ലൊരു കാറുമുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്, വലിയ കടവും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഒരാളാണ് എന്നോട് ചോദിക്കുന്നത് UK-ലോട്ട് വരട്ടെ. Man, you are living in heaven, man, heaven. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കയറി ചെല്ലുമ്പോൾ വീട്ടിൽ ചോറ് വിളമ്പി തരാനാണെങ്കിലും അല്ലെ ബാക്കി എല്ലാ കാര്യത്തിനാണെങ്കിലും സ്വന്തം ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് കൂടെ, മറ്റ് സഹോദരങ്ങളുണ്ട് കൂടെ, മക്കളുണ്ട് കൂടെ. ജോലി ചെയ്ത് സ്ട്രെസ്സായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ 2 ദിവസമോ അല്ലെങ്കിൽ ഈ വൈകുന്നേരങ്ങളിലോ പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് നിങ്ങളുടെ കൂടെ. പിന്നെ എന്തിനാണ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. UK അല്ലെങ്കിൽ ബാക്കി യൂറോപ്പ് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ഫുള്ളി സ്ട്രെസ്. ഇവിടെ ഇതുപോലത്തെ UK അല്ലെങ്കിൽ ഇതുപോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ 85-90% ആൾക്കാർക്കും സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള സംഭവങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണ്. അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ തലവേദനയും ജലദോഷം വരുന്ന പോലെയാണ് ഇവിടെ 90% ആൾക്കാർക്കും ആങ്സൈറ്റിയും ഡിപ്രഷനുമാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോലും ആങ്സൈറ്റി ഡിപ്രഷനും ഞാനത് വേറെ വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമ്മൾ കളിച്ചു പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നാട്ടുകാരുടെ കൂടെ അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതാണ് സ്വർഗം. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളായിരിക്കും. പിന്നെ എന്തിനാണ് മറ്റൊരു രാജ്യത്തിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുന്നത്? ചിന്തിക്കുക പോലും വേണ്ട അതിനെപ്പറ്റി. ഞാൻ വന്നിരുന്ന് കുറ്റം പറയുന്നതല്ല, നമ്മളിവിടെ എവിടെയാണ് ജീവിക്കുന്നത്, ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. നമ്മളെന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിൽക്കാനേ നോക്കത്തുള്ളൂ. നാട്ടിൽ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യമുള്ള ഒരാളാണെങ്കിൽ അവിടെ നിന്നോ വേറൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കേണ്ട. സ്റ്റേ ദെയർ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റേ വീഡിയോ കാണാം.